ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ബാലകാന്ഡം കഴിഞ്ഞു. ഇനി അയോധ്യാകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ വിവാഹം കഴിഞ്ഞു. 4 സഹോദരന്മാരും അയോധ്യയിലെത്തി. വലിയ സ്വീകരണങ്ങളൊക്കെ അവർക്ക് കിട്ടി. ധാരാളം ഉപഹാരങ്ങൾ കിട്ടി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അയോധ്യയിൽ വസിക്കുകയാണ്. ദേവന്മാരെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൈകൂപ്പി പ്രണമിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിലേക്ക് രാജപ്രമുഖന്മാരും മറ്റു ഋഷീശ്വരന്മാരുമെല്ലാം എത്തി. എന്നിട്ട് അവർ പറയുകയാണ്, ദശരഥ മഹാരാജൻ, അങ്ങ് ലോകനാഥനാണ്. ഞങ്ങൾക്കൊരപേക്ഷയുണ്ട്. സർവഗുണാകരനായ രാമനെ രാജാവാക്കിയാലും. തലയിൽ കുടുമ കെട്ടിയ ബാലനെ ഭയന്ന് മാരീച രാക്ഷസൻ ഓടിയൊളിച്ചു. 3 ലോകത്തിലും രാമനെ പോലൊരു യോദ്ധാവില്ല. രാമൻ രാജാവായാൽ എല്ലാവർക്കും സന്തോഷമാകും. നിറഞ്ഞ സന്തോഷത്തോടെ രാജാവ് ആ വാക്കുകളിലൂടെ അവരുടെ മനസ്സറിഞ്ഞു. രാജാവിൻ്റെ മനം നിറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാം രാമനും സീതാദേവിക്കും മറ്റു സഹോദരങ്ങൾക്കും ഭാര്യമാർക്കും ധാരാളം ഉപഹാരങ്ങൾ നൽകി തിരിച്ചുപോയി. അതിനുശേഷം രാജാവ് കുലപുരോഹിതനായ വസിഷ്ഠ മഹർഷിയെ വിളിപ്പിക്കുകയാണ്. രാമനെ രാജാവാക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെയും ആഗ്രഹം അതാണ്. ആർക്കും അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവർക്കും സന്തോഷമാകട്ടെ. അങ്ങ് രാമനെ രാജാവാക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. വിവിധ പുഷ്പങ്ങൾ വിരിയുന്ന ചൈത്രമാസ വസന്തം, ആ ദിവസം രാമൻ രാജാവാകും. അതുകൊണ്ട് മുഹൂർത്തം നിശ്ചയിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് പറയുകയാണ്. എന്നിട്ട് രാജാവ് സുമന്ത്രരോട് പറഞ്ഞു, രാമനെ വേഗം വിളിച്ചുകൊണ്ട് വരിക. ആജ്ഞ കേട്ട് സാരഥി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്നു. ശ്രീരാമൻ അച്ഛൻ്റെ അടുക്കലെത്തി അച്ഛനെ നമസ്കരിച്ചു. എന്നിട്ട് ദശരഥ മഹാരാജാവ് രാമനോട് പറഞ്ഞു, പട്ടമഹർഷിയുടെ പുത്രനാണു നീ. നീ പഠിച്ച വിദ്യകളൊക്കെ എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. രാജധർമ്മവും വിവിധ നീതികളും ധർമ്മമാർഗവും നിനക്കറിയാം. എല്ലായിടത്തും കീർത്തി പരക്കുമാറ് നീ പ്രജാപരിപാലനം ചെയ്യണം. ദിനംതോറും മഹത്വം വർദ്ധിക്കുന്ന രാജനീതി നീ പതുക്കെ പഠിച്ചുകൊള്ളുക. സുന്ദരികളായ അന്യകളത്രങ്ങളെ കണ്ടാൽ അവിടേക്ക് നോക്കരുത്, മുകളിലേക്ക് തന്നെ നോക്കണം. രാജാവ് പരദാര സേവ ചെയ്താൽ ലോകം നശിക്കും, അവനവനും നശിക്കും. പരപീഡയും പരഹിംസയും ചെയ്യരുത്. അന്യധനങ്ങൾ ഒരിക്കലും മോഹിക്കരുത്. ശരണം പ്രാപിച്ചാൽ ശത്രുവിനെയും രക്ഷിക്കണം. വലിയ തെറ്റു ചെയ്താലല്ലാതെ ഒരുത്തൻ്റെയും ജീവൻ എടുക്കരുത്. ജപതപ ധർമ്മകർമ്മങ്ങൾ ചെയ്യണം. ദേവഭക്തി ഒരിക്കലും കുറയരുത്. യജ്ഞങ്ങൾ ചെയ്യണം. കീർത്തി സമ്പാദിക്കണം. സർവലോകത്തോടും ദയാലുവായിരിക്കുക. പരദാരഗ്രഹണവും പരപീഡയും ചെയ്യുന്നവരെ ശാസ്ത്രമനുസരിച്ച് ശിക്ഷിക്കണം. അതിൽ ദോഷമില്ല. ദുഃഖിതനും അനാഥനുമായവനെ രക്ഷിക്കുന്നത്
എല്ലാ ശാസ്ത്രമനുസരിച്ചും പുണ്യമാണ്. ഗുരുക്കന്മാരെ അനുസരിക്കണം. എല്ലാവർക്കും സന്തോഷം നൽകണം. ഇപ്രകാരം ദശരഥൻ രാമനെ രാജനീതി പഠിപ്പിക്കുന്നത് കേട്ട് കൗസല്യ സന്തോഷിച്ചു. രാമൻ്റെ നന്മയ്ക്കു വേണ്ടി റാണി സ്വർണവും വെള്ളിയും വസ്ത്രവും അന്നവും കണക്കില്ലാതെ ദാനം ചെയ്തു. എല്ലായിടത്തും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ധനം നൽകി സന്തോഷിപ്പിച്ചു. വന്നവരൊക്കെ ശ്രീരാമചന്ദ്രൻ രാജാവാകും എന്നു കേട്ട് സന്തോഷിച്ചു. രാമൻ രാജാവായാൽ ആർക്കും ക്ലേശമുണ്ടാകില്ല. ചിലർ പാടി, ചിലരാടി. അയോധ്യാവാസികളെല്ലാം സന്തോഷിച്ചു. അവരെല്ലാവരും രാമനെ കാണാനെത്തി. എല്ലാവരും രാമനെ ആശീർവദിച്ചു. എല്ലാവർക്കും വേണ്ട പരിചരണങ്ങളും ഉപഹാരങ്ങളും വിധിയാവണ്ണം രാമൻ നിർവഹിച്ചു. അമ്മയെ കണ്ടു, നമസ്കരിച്ചു. അമ്മയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി അന്ന് അമ്മയുടെ ഗൃഹത്തിൽ സുഖമായി വസിച്ചു. ഇതാണ് അയോധ്യാകാണ്ഡത്തിലെ ആദ്യ ഭാഗം. ശ്രീരാമചന്ദ്രൻ വിവാഹത്തിന് ശേഷം അയോധ്യയിലെത്തിയപ്പോൾ ദേവന്മാരെല്ലാം വളരെ കൗതുകത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും രാമൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ചില കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ശ്രീരാമചന്ദ്രൻ്റെ അവതാര ഉദ്ദേശം നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ അയോധ്യയിലേക്കുണ്ടായി. എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നാരദമുനി ശ്രീരാമചന്ദ്രനെ കാണാൻ വന്നുവെന്നും അവിടെ ശ്രീരാമചന്ദ്രനെ തൻ്റെ ജന്മ ഉദ്ദേശം എന്താണെന്ന് നാരദമുനി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കൊടുത്തുവെന്നും ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുവെന്നുമൊക്കെ പറയുന്നുണ്ട്. ഇതാണ്, ഈ ഭാഗങ്ങളാണ് അയോധ്യാകാണ്ഡത്തിൽ ആദ്യം പറയുന്നത്. ബാക്കി ഭാഗം നമുക്കടുത്ത ഭാഗമായിട്ട് കേൾക്കാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും രാമായണം വായിക്കാൻ ശ്രമിക്കണം. കുറേശ്ശെ കഥകൾ കേട്ടിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വായിക്കുന്ന പുസ്തകവും ഞാൻ പറയുന്ന കഥകളും തമ്മിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അത് എഴുത്തുകാരൻ്റെ സൃഷ്ടിയിലുള്ള വ്യത്യാസങ്ങളാണ്. അത് പൊറുക്കുക. കാരണം ഓരോരുത്തരും വായിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന്, അല്ലെങ്കിൽ ഏത് പുസ്തകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അന്തസത്ത എന്നും ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക, രാമനാമം ജപിക്കുക. ഈ കർക്കിടക മാസം മുഴുവൻ നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അയോധ്യാകാണ്ഡത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഇന്നലെ ഇടാൻ കഴിഞ്ഞില്ല. അതിന് കാരണം എൻ്റെ അച്ഛന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതായത്. അത്രത്തോളം വയ്യായിരുന്നു. ആംബുലൻസ് വിളിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകേണ്ടി വന്നത്. പക്ഷേ തിരിച്ച് നമുക്ക് വണ്ടിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റി. ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.